നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. വിൻസെന്റ് അറസ്റ്റിൽ. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ കോവളം MLA M. വിൻസെന്റ് അറസ്റ്റിൽ. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമുള്ള പോലീസ് നടപടി നേതാവ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പോലീസ് ആസ്ഥാനത്ത് മൊഴി രേഖപ്പെടുത്തൽ തുടരുന്നു. സാഹചര്യ തെളിവുകളടക്കം M. വിൻസെന്റിന് പ്രതികൂലമെന്ന് അന്വേഷണ സംഘം. മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി വീട്ടമ്മ. കേസിൽ MLAക്കെതിരെ തെളിവുകൾ നിരത്തി പോലീസ്. നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഫോൺ കോൾ വിശദാംശങ്ങളുടെ പരിശോധനയിൽ നിന്ന്. വീട്ടമ്മയെ MLA നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു. പരാതിക്കാരിയെ കഴിഞ്ഞ 5 മാസത്തിനിടെ 900 തവണ വിളിച്ചതായും കണ്ടെത്തൽ. വിൻസെന്റിന്റെ അറസ്റ്റോടെ കോൺഗ്രസിൽ രാജി സമ്മർദ്ദം ശക്തം. നേതാവ് MLA സ്ഥാനം ഒഴിയണമെന്ന് വനിതാ നേതാക്കൾ. ആരോപണം തെളിഞ്ഞാൽ വിൻസെന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബിന്ദു കൃഷ്ണയും പീഡനക്കേസിൽ ആരോപണ വിധേയനായ വ്യക്തി സ്ഥാനമാനങ്ങൾ വഹിക്കുന്നത് ശരിയല്ലെന്ന് ഷാനിമോൾ ഉസ്മാനും. രമേശിന് ക്ലീൻ ചിറ്റ്. BJP പ്രതിസന്ധിയിലാക്കിയ മെഡിക്കൽ കോഴ വിവാദത്തിൽ MT രമേശ് കുറ്റക്കാരനല്ലെന്ന് നേതൃത്വം. RS വിനോദ് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ്. മുഖം നോക്കാതെ നടപടിയെടുത്തത് അതിനാലെന്നും നടന്നത് ക്രിമിനൽ കുറ്റമെന്നും സംസ്ഥാന സമിതിക്ക് ശേഷം നേതാക്കൾ. കോഴ വിവാദം ചെയ്യാത്ത തെറ്റിന്റെ പേരിലെന്നും വിശദീകരണം. വിവാദത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെതിരെ BJP കോർ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. അംഗങ്ങളെ ചൊടിപ്പിച്ചത്, കോഴ ആരോപണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് നേതാക്കളെ അറിയിക്കാതിരുന്നതും റിപ്പോർട്ട് ചോർന്നതും, പല വിവരങ്ങളും അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും കോർ കമ്മിറ്റിയിൽ നേതാക്കളുടെ ആരോപണം. അന്വേഷണത്തെക്കുറിച്ച് പറയാതിരുന്നത് രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ടെന്ന് കുമ്മനം രാജശേഖരൻ. കോഴ വിവാദത്തിൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ആരോപണ വിധേയനെ പുറത്താക്കിയ നടപടി ഉചിതമെന്ന് കോർ കമ്മിറ്റിയിൽ വിലയിരുത്തൽ. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള BJP ദേശീയ സെക്രട്ടറി BL സന്തോഷ്. പരാതി ഗൗരവത്തോടെ കാണുന്നുവെന്നും പ്രതികരണം. കോഴ ആരോപണത്തിൽ AK നസീറിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കും. അന്തിമ പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച ശേഷം. തന്ത്രം മെനഞ്ഞ് താമര. കോഴ ആരോപണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കവേ പാർട്ടി പ്രതിച്ഛായ വീണ്ടെടുക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് BJP. കേരള ഘടകത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര ഉപസമിതി വരുന്നു. സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തനം 3 മാസം കൂടുമ്പോൾ വിലയിരുത്തുന്ന പുതിയ സമിതി ആശയം RSS ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന് റിപ്പോർട്ട്. നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നതിനു പുറമെ സമിതി അജണ്ടയിൽ പാർട്ടിയിലെ തലമുറ മാറ്റവും. പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ വിവാദത്തിൽ കുമ്മനത്തെ കടുത്ത അതൃപ്തി അറിയിച്ച് അമിത്ഷാ. അതേസമയം കോഴയെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിനും കേന്ദ്രം നീക്കം നടത്തുന്നതായി സൂചന. മറനീങ്ങാത്ത രഹസ്യങ്ങൾ. നടിയെ ആക്രമിച്ച കേസിൽ വിവരങ്ങൾ മറച്ചുവെച്ച് പോലീസിനെ വെട്ടിലാക്കി പൾസർ സുനി. പ്രതി മുഴുവൻ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയിൽ. സുനിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് 24-ന്. അതിനിടെ നടിയെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ പൾസർ സുനിയെ വകവരുത്താൻ ശ്രമം നടന്നതായി സൂചന. പൾസർ സുനിയെ അപായപ്പെടുത്താൻ കൊട്ടേഷൻ ലഭിച്ചത് തമിഴ്നാട്ടിലെ ഗുണ്ടാ സംഘങ്ങൾക്ക്. സുനിയും സുഹൃത്ത് വിജീഷും കീഴടങ്ങാൻ തീരുമാനിച്ചത് ഇക്കാര്യം ചോർന്നു കിട്ടിയതിനെ തുടർന്ന്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.